ഹരി, അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ജർമ്മനി ഇറങ്ങുന്നത് എന്ന് പറയുന്നത് അവർക്ക് ആ ഗ്രൂപ്പ് ഘട്ടത്തിലെ ശാപം തീർക്കേണ്ടതുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 2 ലോകകപ്പിലും അവർ ഗ്രൂപ്പ് ഘട്ടത്തിൽ പുറത്തായി എന്നുള്ളതാണ്. അപ്പോൾ അതിനൊത്തൊരു പ്രകടനം, ഒരു ഓൾ ഔട്ട് അറ്റാക്ക് തന്നെയാണ് ജർമ്മനി കളിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രകടനം ഇപ്പോൾ കുർസാവ പോലെ ഒരു ചെറിയ രാജ്യത്തിനെതിരെയാണെങ്കിൽ പോലും അവരുടെ ഒരു പ്രകടനത്തെ നമ്മൾക്ക് എങ്ങനെ വിലയിരുത്താൻ കഴിയും? ജർമ്മനിയുടെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്സ് ഒരുപാട് സംഭവിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ ഈ അറ്റാക്ക് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ? ആദ്യ പകുതിയിൽ ജർമ്മനിയുടെ തുടക്കത്തെ കുറച്ച് സമയത്ത് ജർമ്മനി ഒന്ന് പതറിയ പോലെ തോന്നി. പക്ഷേ ഈ ഒരു ഗ്രൂപ്പ് ഈ ജർമ്മനിയുടെ ഗ്രൂപ്പ് നോക്കുകയാണെങ്കിൽ ഇക്വഡോർ, ഐവറി കോസ്റ്റ്, കുറസാവോ ടീമാണുള്ളത്. അപ്പോൾ ഇക്വഡോറിനും ഐവറി കോസ്റ്റിനും എതിരെയുള്ള മത്സരങ്ങൾ കുറച്ചും കൂടി കടുപ്പമേറാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുറസാവോക്കെതിരെ എത്ര ഗോൾ അടിക്കുന്നു എന്നതിലാവും ഈ ഗ്രൂപ്പിലെ 1ാം സ്ഥാനക്കാരെയും അല്ലെങ്കിൽ 2ാം സ്ഥാനക്കാരെയൊക്കെ നിർണ്ണയിക്കുക. ആ ഒരു ഗോൾ ഡിഫറൻസ് വലിയ ബാധകമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ജർമ്മനി കൂടുതൽ ഗോളുകൾ അടിച്ചു കയറ്റാനായിരിക്കും ഈ ഒരു മത്സരത്തിൽ ഇനി തുടർന്ന് ശ്രമിക്കാൻ സാധ്യത. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യ പകുതിയിൽ പിന്നെ അവസാന നിമിഷമായപ്പോഴേക്കും ജർമ്മനി 2 ഗോളുകൾ അടിക്കുന്നു. 2ാമത്തെ ഗോൾ വരുന്നത് ഒരു കോർണറിൽ നിന്നാണ്. നഥാനിയൽ ബ്രൗൺ എടുത്ത ആ കോർണർ സെൻട്രൽ ബാക്ക് ആയിട്ടുള്ള ഷോട്ടർ ബാക്കിന് ഒരു ഫ്രീ ഹെഡർ ലഭിക്കുകയാണ്. അത് അദ്ദേഹം ഫ്ലിക്ക് ചെയ്ത് പന്ത് വലയിലുള്ളിലേക്ക് ഇടുകയാണ്. അപ്പോൾ അങ്ങനെ ജർമ്മനി ലീഡ് നേടുന്നു. ഉടനെ തന്നെ 3ാമത്തെ ഗോളും വരുന്നുണ്ട്. ആദ്യ ഗോൾ സ്കോർ ചെയ്ത നെമേച്ചയെ കുറസാവോ താരം ബോക്സിൻ്റെ ഉള്ളിൽ ഫൗൾ ചെയ്തതിന് പെനാൽറ്റി ലഭിക്കുന്നു. പെനാൽറ്റി എടുക്കുന്നത് ആഴ്സണലിൻ്റെ കായ് ഹെവേർട്സ് ആണ്. കായ് ഹെവേർട്സ് ആ ഒരു പെനാൽറ്റി സുന്ദരമായി പന്ത് വലയിലെത്തിക്കുന്നു. അങ്ങനെ 3ാമത്തെ ഗോളും കുറിക്കുന്നു. അപ്പോൾ ജർമ്മനി അപ്പോൾ നമുക്ക് മനസ്സിലാവും ജർമ്മനി എന്താണ് ഉദ്ദേശിക്കുന്നത്. ജർമ്മനിക്ക് ആ ഗോളുകൾ കൂടുതൽ അടിച്ചു കയറ്റണം, ആ ഗോൾ ഡിഫറൻസ് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളൊരു ലക്ഷ്യത്തോടെയാണ് ജർമ്മനി ഈ ഒരു മത്സരത്തിന് വന്നിരിക്കുന്നത്. ആൻഡ് 4ാമത്തെ ഗോളും അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫ് തുടങ്ങി 1 മിനിറ്റിനുള്ളിൽ തന്നെ 4ാമത്തെ ഗോളും വരികയാണ്. മുസിയാലയുടെ ഒരു ഗംഭീര ഫിനിഷാണ്. ക്യാപ്റ്റൻ ജോഷുവ കിമ്മിച്ച് ബോക്സിൻ്റെ ഉള്ളിലേക്ക് ഒരു പാസ് നൽകുന്നു. അത് കഴിഞ്ഞാൽ ഒരു ടൈറ്റ് ആംഗിളിൽ നിന്ന് മുസിയാല അത് പന്ത് പോസ്റ്റിൻ്റെ റൈറ്റ് കോർണറിലേക്ക് അങ്ങോട്ട് ഫിനിഷ് ചെയ്യുകയാണ്.